നീതു, ഞാൻ പുന്നവേലിയിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാപ്പ് അപേക്ഷിക്കുന്നു. ക്ലാസ് ഉള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ പ്ലസ് 2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്ലസ് 1 ആദ്യം പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് എൻട്രൻസിന് മാർക്ക് കൂട്ടുന്നതിനാൽ നല്ലവണ്ണം പഠിച്ചുകൊണ്ട് തന്നെയാണ് പരീക്ഷ എഴുതാൻ പോയത്. ഫുൾ മാർക്ക് കിട്ടണമെന്ന് തന്നെ ഒരുപാട് ആഗ്രഹിച്ചാണ് പരീക്ഷ എഴുതാൻ പോയത്. പക്ഷേ ക്വസ്റ്റ്യൻസൊക്കെ ഇതുവരെ വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും പാടായിരുന്നു. ഫുൾ മാർക്ക് കിട്ടുന്നതിന് പ്രതീക്ഷ പോയിട്ട് A+ കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ രാത്രി ആരാധന വന്ന് കൂടി. അങ്ങനെ എല്ലാ വിഷയത്തിനും A+ നേടാനും സാധിച്ചു. അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എഴുതി ഫിസിക്സിന് ഫുൾ മാർക്ക് മേടിക്കാനും സാധിച്ചു. ഇംപ്രൂവ്മെന്റ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റായിരുന്നു. എന്നാൽ അതിന്റെ മലയാളത്തിന്റെ വേർഷൻ തെറ്റായതുകൊണ്ട് അതിന് ഗ്രേസ് മാർക്ക് വരെ ഇട്ട് തന്ന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം തലേദിവസമാണെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ക്യൂസിന് പോകാൻ സാർ എന്നോട് ആവശ്യപ്പെട്ടു. ഇന്ന് വരെ എൻ്റെ സ്കൂളിൽ അങ്ങനെ ഒരു ക്യൂസിന് സമ്മാനം മേടിച്ചതായിട്ട് ആരുമില്ലായിരുന്നു. പക്ഷേ ഒരു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും പോകണമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. ശരിക്കും അവിടെ ചെന്നപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വളരെ കാര്യമായിട്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. എന്നാലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് മാതാവിനോട് വിശ്വാസത്തോടെയും അല്ലെങ്കിൽ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കാതെ വെറുതെ ആണെങ്കിലും സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞതിന്റെ ഫലമായി എനിക്കായിരുന്നു അവിടെ സബ് ജില്ലാ തലത്തിൽ തന്നെ ഫസ്റ്റ് കിട്ടാൻ സാധിച്ചത്. അതിന് മാതാവിനോടും ദൈവത്തിനോടും എല്ലാം നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ അനേകം ഔദാര്യത്തോടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാ മഹത്വവും കൊടുക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം ദൈവത്തിന്. നമുക്ക് ആ മനോഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം.